നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിന് കൈനിറയെ പദ്ധതികൾ. കയ്പമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീട് തകർന്നു വീണു. കടൽക്ഷോഭം രൂക്ഷമായ എറിയാട് പഞ്ചായത്തിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി എറിയാട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ബജറ്റിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിന് കൈനിറയെ പദ്ധതികൾ. നിയോജക മണ്ഡലത്തിന്റെ തീരപ്രദേശം നേരിടുന്ന പ്രധാന പ്രശ്നമായ കടൽക്ഷോഭത്തിന് പരിഹാരമായി കടൽഭിത്തി നിർമ്മാണത്തിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ വടക്കൻ മേഖലയുടെ നീണ്ട നാളത്തെ ആവശ്യമായ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അറിയിച്ചു. എസൻപുരം പഞ്ചായത്തിലെ ആല ഗോതുരുത്ത് പാലത്തിന് തുടർച്ചയായി ഗോതുരുത്ത് കരുവപ്പടന്ന പാലം, അഴീക്കോട് കോട്ടപ്പുറം പുഴയോര റോഡ് തുടങ്ങി നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയതായി കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ അറിയിച്ചു. തന്റെ സ്വപ്ന പദ്ധതിയായ മുസിരിസ് പദ്ധതി ഉൾപ്പെടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് നിരവധി വാഗ്ദാനങ്ങൾ നൽകി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആദ്യ ബജറ്റ്. മുൻപ് ധനമന്ത്രിയായിരിക്കെ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് തന്റെ ബജറ്റിൽ മുസിരിസ് പൈതൃക പദ്ധതിയെ മറന്നില്ല. ഇതിനു പുറമെ പുല്ലൂറ്റ് പാലത്തിന് സമാന്തരവുമായി പുതിയ പാലം, തുറമുഖ വികസനം, നിരവധി റോഡുകൾ തുടങ്ങി വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചതായി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പറഞ്ഞു. ഒടുവിൽ കയ്പമംഗലത്തും പോലീസ് സ്റ്റേഷൻ വരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. വെള്ളിയാഴ്ച നടന്ന ബജറ്റിലാണ് കയ്പമംഗലത്തും പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നും ഇതിനായി തുക വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി TM തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനമുണ്ടായത്. സംസ്ഥാനത്ത് അനുവദിച്ച 9 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് കയ്പമംഗലത്തേത്. ഏറെ നാളത്തെ ആവശ്യമായിരുന്നു മതിലകം പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കയ്പമംഗലത്ത് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നത്. മറ്റ് പോലീസ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേഷനാണ് മതിലകം. 5 പഞ്ചായത്തുകളിലായി കോതവറമ്പ് മുതൽ എടത്തിരുത്തി പല്ല വരെ 20 കിലോമീറ്റർ ദൂരപരിധിയാണ് മതിലകം പോലീസ് സ്റ്റേഷന്റേത്. TN പ്രതാപൻ നാട്ടിക MLA ആയിരിക്കെ ഇതിന് ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും അന്നത്തെ LDF സർക്കാർ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് VS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരുന്ന സമയത്ത് വീണ്ടും ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രമുഖ രാഷ്ട്രീയ കക്ഷി പാർട്ടികളെല്ലാം രംഗത്തുണ്ടായിരുന്നു. എടത്തിരുത്തി പഞ്ചായത്തിലോ കയ്പമംഗലത്തെ 12ലുള്ള വാട്ടർ അതോറിറ്റി വക സ്ഥലത്തോ സ്റ്റേഷനായി സ്ഥലം കണ്ടെത്താനാണ് സാധ്യത. ബജറ്റിൽ പ്രഖ്യാപനം വന്നതോടെ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. കയ്പമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീട് തകർന്നു വീണു. ചലങ്ങാട് അഗസ്ത്യേശ്വരപുരം ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് മതിലകത്ത് വീട്ടിൽ ഉമ്മറിന്റെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീടിന്റെ 2ാം നിലയുടെ വാർക്ക കഴിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. 3 മാസം മുമ്പാണ് വീടിന്റെ പണി ആരംഭിച്ചത്. ഏകദേശം 15 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുമ്പ് ഈ പ്രദേശത്ത് നിർമ്മിച്ചിരുന്ന വായനശാല കെട്ടിടവും തകർന്നു വീണിരുന്നു. സംഭവം അറിഞ്ഞ് മതിലകം പോലീസും സ്ഥലത്തെത്തി. കടൽക്ഷോഭം രൂക്ഷമായ എറിയാട് പഞ്ചായത്തിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി എറിയാട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, TM കുഞ്ഞുമൊയ്തീൻ, CM മൊയ്തു, PB മൊയ്തു, PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. വർഷങ്ങളായി ഈ തീരദേശ മേഖലയിലെ ജനങ്ങൾ കടൽക്ഷോഭം കൊണ്ട് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് ഈ പഴയ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ അഴീക്കോട് മുതൽ പെരിഞ്ഞനം വരെയുള്ള പ്രദേശത്ത് ഇവിടെ കടൽ നിർമ്മാണത്തിന് ആക്കം കൂട്ടിയത്. പ്രിയപ്പെട്ട നമ്മുടെ MP മാരായിരുന്ന പ്രൊഫസർ സാവിത്രി ലക്ഷ്മണും അതുപോലെ AC ജോസും PC ചാക്കോയുള്ള ആളുകളുടെ സമപരമായി ആണ് ഈ പ്രദേശത്ത് ഈ കടൽ നിർമ്മാണം നടത്തിയത്. അന്ന് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ ഉൾപ്പെടെയുള്ള പ്രത്യേക ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടായിരുന്നുള്ളത് നിസ്സംശയം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ നിർമ്മാണം പൂർത്തിയാക്കിയ കടൽഭിത്തി വർഷങ്ങളായി
ഇപ്പോൾ തകർന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നമ്മൾ പ്രതിനിധീകരിക്കുന്ന ശ്രീ KP രാജേന്ദ്രൻ ഉൾപ്പെടെ എടത്തുരുത്തി ചൂലൂരിൽ 25 വർഷത്തോളമായി പീഡിക വരാന്തയിൽ കഴിഞ്ഞിരുന്ന മാനസിക രോഗിയായ വയോധികയെ മതിലകം ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ചൂലൂർ സ്വദേശിയായ പുതുവീട്ടിൽ ശ്രീമതിയെയാണ് കാലിൽ പഴുപ്പ് ബാധിച്ച് അത്യാസന്ന നിലയിലായതിനെ തുടർന്ന് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചൂലൂർ കോളനിയിൽ സ്വന്തമായി വീടും സ്ഥലവുമുള്ള ഇവർ മാതാപിതാക്കളും സഹോദരങ്ങളും മരണപ്പെട്ടതോടെ ഒറ്റപ്പെടുകയായിരുന്നു. കാലിൽ പഴുപ്പ് ബാധിച്ചതിനെ തുടർന്ന് നടക്കാൻ കഴിയാതെയായി ശ്രീമതി സ്വയം ചികിത്സ നടത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയിലുമായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകൻ ഷമീർ ഇളയടത്ത് പോലീസിലും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രാഥമിക ചികിത്സ നടത്തുകയും ചെയ്തു. മതിലകം അഡീഷണൽ SI സേവ്യർ, CPO KP രാജു, WCPO മെഹറുന്നീസ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീമതിയെ തൃശൂരിലെ CJM കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. പഞ്ചായത്ത് അംഗം സലീം വലിയകത്ത്, KTD ദിലീപ് എന്നിവരും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ യജ്ഞത്തോടനുബന്ധിച്ച് ശ്രീകോവിലിന്റെ പുനർനിർമ്മാണവും ചെമ്പോല പുതിയലും ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അജിത് CP മേനോൻ ഉദ്ഘാടനം ചെയ്തു. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ MG മോഹനൻ അധ്യക്ഷത വഹിച്ചു. ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പത്മശ്രീ പെരുവരം കുട്ടൻ മാരാർ, സിനിമാ താരം ഊർമിള ഉണ്ണി, സീരിയൽ താരം സ്നേഹ, പഞ്ചായത്ത് അംഗം സുമേഷ് പാനാട്ടിൽ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ TC ബിജു, പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ് വെള്ളേക്കാട്ട്, രതീഷ് കോന്നമ്പറമ്പത്ത് എന്നിവരും സംസാരിച്ചു. പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മൾ പറയും ചെലവാക്കുന്നത് പുരുഷന്മാരാണെങ്കിലും പ്രാർത്ഥന ഉണ്ടാവേണ്ടത് സ്ത്രീകളുടെയാണ്. കാരണം എന്താണ്, നമ്മൾ ഓരോ സ്ത്രീയിലും ഒരു കൊച്ചുകുട്ടി മുതൽ ഏറ്റവും വൃദ്ധയായ സ്ത്രീയിൽ വരെ 3 ദേവിമാരും അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലക്ഷ്മി, സരസ്വതിയും ദുർഗയും ചേർന്നതാണ് ഒരു ദേവി, അല്ലേ? ഒരു സ്ത്രീ, ആ 3 ദേവിമാരും ചേർന്നതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചുകുട്ടി മുതൽ ഏറ്റവും വൃദ്ധയായ സ്ത്രീയെ വരെ ആദരിക്കപ്പെടേണ്ട കാലമാണത്. അപ്പോഴാണ് നമ്മൾ ഓരോ ചീത്ത ന്യൂസുകൾ കേൾക്കുന്നത്, അല്ലേ? എന്തൊരു സങ്കടമാണ് അതൊക്കെ. നമ്മുടെ ഐശ്വര്യം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടകത്ത് അമ്മയാണോ അല്ലെങ്കിൽ ദേവനാണെങ്കിൽ അവരുടെ ഐശ്വര്യമാണ്. അപ്പം ഇവിടുത്തെ അമ്മയുടെ ഐശ്വര്യം എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ ചൈതന്യം എന്താണ് ഇവിടെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖം നോക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രസന്നത കാണുമ്പം മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഐശ്വര്യം അമ്മയുടെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇടവേള.